നിങ്ങൾ സെക്കൻഡ് മാരേജ് ചെയ്യുന്നതിനോടോ അല്ലാണ്ട് പിന്നെ നിങ്ങൾ ലിവിങ് ടുഗദർ ജീവിക്കുന്നതിനോട് ഒന്നുമല്ല സമൂഹത്തിനുള്ള എതിർപ്പ്. അത് നിങ്ങളുടേതായ പേഴ്സണൽ കാര്യം. പക്ഷേങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ കുട്ടി ഒരു 18 വയസ്സ് വരെയെങ്കിലും. കുട്ടികളെ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാരൻസിനെ ഏൽപ്പിക്കുക. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പാരൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പാരൻസിനെ, മാതാപിതാക്കളെ ഏൽപ്പിക്കുക. ഇല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കുക. പെൺകൊച്ചുങ്ങളാകുമ്പോൾ എപ്പോഴും ഭർത്താവിന് കൊടുക്കാൻ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേങ്കിൽ നിങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ വേറൊരു വഴിയെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നിങ്ങൾ വേറൊരു വഴിയെന്ന് വെച്ചാൽ കുട്ടികൾ അനാഥ മന്ദിരമുണ്ട്, അവിടെയൊക്കെ ഏൽപ്പിക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഇനി അവിടെ ഏജ് ലിമിറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ പെണ്ണ് അമ്മത്തൊട്ടിലിടാൻ നോക്കിയെന്ന് പറയുന്നു. ഇന്നത്തെ കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നീ ഇങ്ങനെ കൊല്ലുമായിരുന്നെങ്കിൽ നീയല്ല, നിൻ്റെ കെട്ടിയവൻ കൊല്ലുന്ന നീ നോക്കി നിന്ന്. കെട്ടിയവൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഓക്കെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ, നിൻ്റെ പാർട്ട്ണർ കൊല്ലുമായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നെങ്കിൽ, ഇത്രയും ക്രൂരനാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിടുന്നതായിരുന്നു നല്ലതെങ്കിൽ ആ കുഞ്ഞ് മരിക്കില്ലായിരുന്നു. പിന്നെ അവൻ ഇത്രയും കുഞ്ഞിനെ ദ്രോഹിക്കുന്നത് സിഗരറ്റിൻ കുത്തിവെച്ച പാടുകളൊക്കെ കാണുമ്പോൾ നിൻ്റെ മുന്നിലിട്ട് എന്തായാലും അടിക്കാണ്ടിരിക്കില്ല. ഇത്രയും കാണിച്ചവൻ അടിച്ചിട്ടുണ്ടാവണം. നീ അവനാ സപ്പോർട്ട് ചെയ്തത്. അവനെ പിടിച്ച് അന്ന് ജയിലിൽ നീ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെ കുട്ടിയെ കിട്ടിയേനെ. പിന്നെ ആ വീഡിയോൻ്റെ അടിയിലെ കമൻസ് കാണണം. ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷൻ ഏതാ സ്ഥലമെന്ന് പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിലെ പൊതുവായ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായം, കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒത്തുതീർപ്പിലൊക്കെ പൊയ്ക്കോ. എന്ത് കേസിന് നമ്മൾ പോയാലും ഒന്നും നിങ്ങളെ ഒത്തുതീർപ്പാക്കുക. അവിടെ ഇരുന്നിട്ട് എന്ത് കേസിന് പോയാലും ഇവർക്ക് ഇതേ പറയാനുള്ളൂ, ഒത്തുതീർപ്പാക്കി പോകണം. ഒത്തുതീർക്കാനല്ല വരുന്നത്. ഈ കേസ് നിങ്ങൾ വേണം സോൾവ് ചെയ്യാനായിട്ട്, കണ്ടുപിടിച്ച് സോൾവ് ആക്കി തരണം. ഓക്കെ, ഞാൻ തന്ന പരാതി നിങ്ങൾ അന്വേഷിക്കണം, സത്യമാണോ ഇല്ലയോന്ന്. ചുറ്റുവട്ടത്ത് അന്വേഷിച്ചാൽ ചിലപ്പോൾ ആർക്കൊന്നും അറിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ അറിയാതിരിക്കാം. ചിലപ്പോൾ ആരുടെ പക്ഷത്താണ്, ആരെയാണോ അവർക്ക് ഇഷ്ടം അവരുടെ സപ്പോർട്ട് നാട്ടുകാർ നിൽക്കുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നിങ്ങൾ അന്വേഷിക്കാം. പിന്നെ അപ്പോൾ ഈ പോലീസുകാർ കുറേ കേസുകൾ അന്വേഷിക്കാണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവൻ ആദ്യം കെട്ടിയ പെണ്ണ്, അതൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്. ആദ്യം കെട്ടിയ പെൺകൊച്ചിപ്പം ന്യൂറോ സംബന്ധമായിട്ട് പ്രശ്നം. ന്യൂറോ എന്ന് വെച്ചാൽ അതിനെ തലക്കടി കിട്ടിയിട്ട് അതിൻ്റെ മുഖമൊക്കെ ഒരു ഭാഗത്തേക്കാണ് വളഞ്ഞിരിക്കുന്നത്, ഒരു ഭാഗത്തേക്ക്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. മുടിയൊക്കെ എന്തോ ആയാലും സംസാരിക്കാൻ അത് വേറൊരു സ്റ്റേജിലായി ആ പെൺകൊച്ച്. ഇവൻ എന്നിട്ട് അതിനെ അടിച്ച് അതിൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്, ഈ പെണ്ണിനെ കിട്ടിയേക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങൾ നമുക്ക് സിഗ്നൽ തരുന്നത്, കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഉണ്ടെങ്കിൽ വയറ് പിടിച്ച് കരയും, ചെറിയ മക്കൾ. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണോ വേദന, ചെവി വേദനയാണ്, അവർ ചെവി ഇങ്ങനെ തൊട്ടുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അവിടെ ഊഹിച്ചോണം ചെവി വേദനയാണെന്ന്. അങ്ങനെയാണ് അവർ നമുക്ക് തരുന്ന സിഗ്നൽ. അപ്പോൾ കുഞ്ഞ് അവനെ കാണുമ്പോൾ കരയുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവളെ അടുത്തിയാന്നുണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല, നമുക്ക് ഡൗട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഡൗട്ട്, കാരണം ഇവൻ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നത്, കാരണം തിരിച്ചു വരുമ്പോൾ കുഞ്ഞ് കരയുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ മക്കളെ അമ്മമാർ കൈവെള്ളയിൽ കൊണ്ട് നടക്കണം ഒരു ഏജ് വരെ. അത് കഴിഞ്ഞ്, കാരണം നിങ്ങളടുത്തേ അവർ സുരക്ഷിതം ആവുള്ളൂ, വേറെ ഒരിടത്തും അവർ സുരക്ഷിതമാവില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ആര് തൊട്ടാലും, അച്ഛനെന്നല്ല ഏതൊരുത്തൻ തൊട്ടാലും കട്ട് ചെയ്ത് മുറിച്ചേക്കണം. ചിലരുണ്ട്, അയ്യോ ഭർത്താവല്ലേ ചിലവിനായിരുന്നു, അതുകൊണ്ട് ഇനി അവനല്ലേ ചിലവിന് വരാനുള്ളൂ എന്ന് വിചാരിച്ചിട്ടല്ലേ. ഇപ്പം എന്തായി?
നിനക്ക് കുഞ്ഞിനെയും വെച്ചിട്ട് എത്രയോ വീടുകളുണ്ട്, നിനക്ക് വന്ന് പണിക്ക് നിൽക്കാമല്ലോ. ആ കുഞ്ഞിൻ്റെ കാര്യം നിൻ്റെ കാര്യം നോക്കാനല്ലേ. ഞാനൊക്കെ 2 കൈ കൊണ്ട് സ്വീകരിക്കാം. കാരണം വലിയ എമൗണ്ടൊന്നും പ്രതീക്ഷിക്കും, ചെറുതായിട്ട് എന്തെങ്കിലും തരും, നിങ്ങൾക്ക് സേഫായിട്ട് ഇവിടെ നിൽക്കാം. എനിക്കെന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് ഇവിടെ നിന്നാൽ മതി. അങ്ങനെയൊക്കെയുള്ള എത്ര വീടുകൾ പെണ്ണുങ്ങളുണ്ടെന്നല്ല ആഗ്രഹിക്കണേ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയ എമൗണ്ടിനൊക്കെ ആരെങ്കിലും വന്ന് നിന്നെങ്കിൽ അന്ന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് നിൽക്കാം. അങ്ങനെ ഇഷ്ടംപോലെ വീട് നിങ്ങൾ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കൊച്ചിനെയും വെച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പണി ചെയ്ത് തരാം, പാത്രമൊക്കെ കഴുകിത്തരാം, പൈസ തരുമെന്ന് ചോദിച്ചാൽ പലരും തരും. അങ്ങനെ നീ കുറേ ദിവസം കുറേ വീടുകൾ ഇപ്പം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ആൾ പറയും നീ ഇവിടെ നിന്നോന്ന് പറയും. നിൻ്റെ ഫിസിക്കൽ കാര്യങ്ങൾക്കാണെങ്കിൽ അതിന് നീ ഒരാളെ കിട്ടിയിട്ട് ഇപ്പം എന്താ വല്ലതും ഉണ്ടായ ആ കുട്ടീൻ്റെ ലൈഫല്ലേ പോയത്. നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരാളെ സ്വീകരിച്ചു നോക്കുക, അത് നിൻ്റെ കാര്യം. പക്ഷേങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് നീയായിട്ട് തകർത്തത്. പിന്നെ ഈ കേസ് എടുക്കാത്തതും ഈ കേസ് എടുത്ത പോലീസുകാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാലും ആദ്യത്തെ പെണ്ണിനെ നീതി കിട്ടിയില്ല. അതറിഞ്ഞത് കൊണ്ടായിരിക്കും. കാരണം ഇവനെ ഓരോ അടി അടിച്ചിട്ട് ഇവൻ പറയുന്നുണ്ടാവും, എടി മറ്റവളെ ചെയ്തിട്ട് തന്നെ ഒരുത്തനും തൊട്ടിട്ടില്ല എന്ന്. ഇതേ ഡയലോഗ് ഈ പെണ്ണിനോടും പറയണ്ട. പെണ്ണും വിചാരിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ഭാര്യ അടിച്ചിട്ട് ശരിയാ പോലീസുകാർ ഒരു ഇത് ആക്ഷനും എടുത്തില്ലല്ലോ, എൻ്റെ ജീവിതം ഇത് തന്നെയാണെന്ന് വിചാരിച്ചിട്ടാവണം ആ പെണ്ണവിടെ നരകിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക. പെണ്ണടിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അമ്മമാരങ്ങനെ അടിക്കുമോ അറിയില്ല. പിന്നെ സൗമ്യ എന്തൊക്കെയുണ്ട്, അവരെടുത്ത് കുഞ്ഞിനെയൊക്കെ എടുത്ത് കളഞ്ഞില്ലേ, പറയാൻ പറ്റില്ല. എനിക്കറിയില്ല എങ്ങനെ കൊല്ലാൻ കഴിയുന്നു എന്ന്. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഉണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ അവർ ചിലപ്പം ചെയ്യുന്ന ഓർമ്മയുണ്ടാവില്ല എന്താ ചെയ്യണമെന്ന്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് തന്നിരിക്കാം. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ളവർ ചെയ്യുന്നതാണ്, അറിഞ്ഞുകൊണ്ടല്ല. ഞാനും ഒരിക്കലും അതിനെക്കുറിച്ചൊക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഒരു നമുക്കതിനെക്കുറിച്ച് അവയറൻസ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ തെറ്റാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. തെറ്റാന്നല്ല, ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. ആ ഒരു ഡിപ്രഷൻ വരുമ്പോൾ കൊല്ലുകയാണോ എന്താണ് ചെയ്യണതെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഈ പെണ്ണല്ല, ഇവനാണ്. ഇവനൊരു ഡിപ്രഷനുമല്ല, ഇവൻ സൈക്കോ കില്ലറാണ്. അപ്പോൾ സൈക്കോ കില്ലറിനെ അത് സൈക്കോ കില്ലറല്ലേ എന്ന് ചോദിക്കുമ്പോൾ സൈക്കോ കില്ലറാണ്. അവന് എത്രയും പെട്ടെന്ന് ശിക്ഷകൾ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റി പോറ്റുന്ന എന്തിനാണ് ഇവറ്റകളെയൊക്കെ? വീണ്ടും സമൂഹത്തിന് ആപത്തായിട്ടാണ്. എന്തിനാ തീറ്റിപ്പോറ്റണം? ജയിലിൽ സ്ഥലമില്ല. എന്തിനാ ഇവറ്റകളെയൊക്കെ? വേണ്ടാത്തതിനൊക്കെ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്ത് തെളിവ് സഹിതം കിട്ടിയതിനെയൊക്കെ അങ്ങ് കൊന്നേക്ക്. എന്തിനാ ജയിലിലിട്ടേക്കണേ?